Hello everyone. Today's topic is area of trapezium. Trapeziumത്തിന്റെ area. See, this is a trapezium. Trapezium means it is a quadrilateral. Trapezium നല്ലൊരു quadrilateral ആണ്, four sided ആണ്, and with the one pair of sides parallel. ഈ trapeziumത്തിന്റെ ഒരു pair of sides parallel ആയിട്ട് വരും. Okay, only കണ്ടോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ രണ്ട് സൈഡ്സ് ആണ് പാരലൽ ആയിട്ടുള്ള ഓൺലി വൺ പെയർ. മറ്റേ രണ്ട് സൈഡ്സ് പാരലൽ ആയിരിക്കില്ല. സോ ദിസ് ഈസ് എ ട്രപ്പീസിയം. ഇനി ഇഫ് ഐ എം ടേക്കിംഗ് ദിസ് ആസ് ബേസ്, ഓക്കെ, ബേസ് 1 B1 എന്ന് എടുക്കുകയാണ്. അതിന് ഓപ്പോസിറ്റ് വരുന്നതാണ് ഇത് അല്ലേ, ഈ സൈഡ്. അതിന് ഞാൻ B2 എന്ന് എടുക്കുകയാണ്. ഓക്കെ, ആൻഡ് ഈ ബേസിലേക്കുള്ള ഹൈറ്റ്, അതായത് ഈ രണ്ട് ഓപ്പോസിറ്റ് പാരലൽ സൈഡ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് h ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ഹാഫ് ഓഫ് സം ഓഫ് ദ ലെങ്ത് ഓഫ് പാരലൽ സൈഡ്സ്. ഈ പാരലൽ സൈഡ്സിൻ്റെ സമ്മ്, പാരലൽ സൈഡ്സ് ഇതാണ് അല്ലേ, B1 B2, B1 പ്ലസ് B2 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ രണ്ട് പാരലൽ സൈഡ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഹൈറ്റ് h. ദിസ് ഈസ് ദ ഫോർമുല ഫോർ ഏരിയ ഓഫ് എ ട്രപ്പീസിയം. ദാറ്റ് ഈസ് ഹാഫ് ഓഫ് സം ഓഫ് ദ പാരലൽ സൈഡ്സ്. ഓക്കെ, ഹാഫ് ഓഫ് സം ഓഫ് ദ പാരലൽ സൈഡ്സ് ഇൻറ്റു ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് പാരലൽ സൈഡ്സ് B1 B2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആൻഡ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഹൈറ്റ് h ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ഹാഫ് ഇൻറ്റു B1 പ്ലസ് B2 ഇൻറ്റു h. ദിസ് ഈസ് ദ ഫോർമുല. ഈ ഫോർമുല നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. Now let's do the exercise problem. Exercise 11.2. See the first question. The shape of the top surface of a table is a trapezium. ഒരു ടേബിളിൻ്റെ ടോപ്പ് വരുന്നത് ട്രപ്പീസിയം ഷേപ്പിലാണ്. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ ഇഫ് ഇറ്റ്സ് പാരലൽ സൈഡ്സ് ആർ 1 meter ആൻഡ് 1.2 meter. അതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ ഇതാണ് രണ്ട് പാരലൽ സൈഡ്സ്. ദിസ് ഈസ് 1.2 meter, ദിസ് ഈസ് 1 meter. ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇസ് 0.8 meter. ഈ രണ്ട് പാരലൽ സൈഡ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് 0.8 meter ആണ്. സോ നമുക്കതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. സോ അതിൻ്റെ രണ്ട് പാരലൽ സൈഡ്സ് തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. ഹൈറ്റ് ഈസ് ഗിവൺ ദാറ്റ് 0.8 meter. പിന്നെ രണ്ട് പാരലൽ സൈഡ്സ് ആണ്. നമ്മൾ B1 B2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ വൺ പാരലൽ സൈഡ് 1.2 meter, അടുത്തത് 1 meter ആണ്. ഇനി നമുക്കതിൻ്റെ ഏരിയ കാണാം. ഇത് ട്രപ്പീസിയം ഷേപ്പാണ്. സോ വി നോ ദാറ്റ് ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് B1 പ്ലസ് B2 ഇൻറ്റു ഹൈറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B1 1.2 ആണ്, 1.2 പ്ലസ് B2 1 meter into height 0.8, which is equal to half 1.2 plus 1, 1.2 plus 1 എന്നാണ് 2.2 into 2.2 into 0.8, which is equal to, ഈ ഡെസിമൽ നമ്പേഴ്സിനെ നമുക്കൊന്ന് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. സോ വിച്ച് ഈസ് 1/2 into 22/10 into 8/10. okay, which is equal to, ഈ 2 can be cancelled അല്ലേ, this will become 11. അപ്പോൾ ഇത് 11/10 into 8/10, which is equal to 11 into 8 is 88 divided by 10 into 10 100, and this is 0.88 meter square. This is the area. Question number 2. The area of a trapezium is 34 centimeter square. ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ഗിവൺ ആണ് 34 centimeter square, and the length of one of the parallel sides is 10 centimeter. രണ്ട് പാരലൽ സൈഡ്സ് ഉണ്ടാവും, അതിൽ ഒന്നിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 10 centimeter, and its height is 4 centimeter. അതിൻ്റെ ഹൈറ്റ് 4 centimeter.
ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി അതർ പാരലൽ സൈഡ്. മറ്റേ പാരലൽ സൈഡിൻ്റെ ലെങ്ത് ആണ് കാണേണ്ടത്. സോ ഇതാണ് ട്രപ്പീസിയം എങ്കിൽ അതിൻ്റെ ഒരു പാരലൽ സൈഡ് 10 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. ആൻഡ് ഹൈറ്റ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് 4 സെൻറ്റിമീറ്റർ. ദിസ് ഈസ് ഓൾസോ 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഏരിയ ഈസ് 34 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ട്രപ്പീസിയത്തിൻ്റെ ഫോർമുല നമുക്ക് യൂസ് ചെയ്തിട്ട് പാരലൽ സൈഡിൻ്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. വി നോ ദാറ്റ് area of trapezium is half into b1 plus b2 into h. ഏരിയ നമുക്ക് ഗിവൺ ആണ്, അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 34 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു b1 എന്താണ് 10 പ്ലസ് b2 ഇസ് അൺനോൺ, അപ്പോൾ നമുക്ക് b2നെ അതേപോലെ തന്നെ എഴുതാം, ഇൻറ്റു h. ഹൈറ്റ് ഈസ് 4. That is 34 is equal to half into, ഓക്കെ, ഈ ഹാഫിൽ ഈ 4ഉം 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ അതെന്തായി, ഇവിടെ 2 ആയി, ഇത് ക്യാൻസലായി. ദാറ്റ് ഈസ് 10 പ്ലസ് b2 ഇൻറ്റു 2. ദാറ്റ് ഈസ് 34 is equal to 10 പ്ലസ് b2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2നെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു 10 plus 2 into b2. That is 34 is equal to 2 into 10 20 plus 2 b2. ഇനി നമുക്ക് b2 ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇതിനൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 20 plus 2b2 is equal to 34. ഇതിനിങ്ങോട്ട് അറേഞ്ച് ചെയ്തതാണ്. That is, from this we can write 2b2 is equal to 34 minus 20. 20 ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ minus 20. That is 2b2 is equal to 34 minus 20 is what? 34 minus 20 is 40. Okay, and b2 is equal to 14 divided by 2. It is 7 centimeter. So therefore the other parallel side is 7 centimeter. Question number 3. Length of the fence of a trapezium shaped field ABCD is 120 meter. ഒരു ട്രപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡാണ്. ദ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫിഗർ. ABCD ട്രപ്പീസിയാണ്. അതിൻ്റെ ലെങ്ത് ഓഫ് ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ വേലി, ഓക്കെ, ചുറ്റു കെട്ടുന്ന വേലി, അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 120 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചുറ്റുള്ള ഈ ഒരു ലെങ്ത്, അതായത് ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 120 മീറ്റർ ആണ്. ഇറ്റ് ഈസ് ഗിവൺ ഇഫ് BC ഈസ് ഈക്വൽ ടു 48 മീറ്റർ, CD ഈസ് ഈക്വൽ ടു 17 മീറ്റർ ആൻഡ് AD ഈസ് ഈക്വൽ ടു 40 മീറ്റർ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദിസ് ഫീൽഡ്. ഓക്കെ, BC തന്നിട്ടുണ്ട്, CD തന്നിട്ടുണ്ട്, AD തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. And side AB is perpendicular to the parallel sides AD and BC. So question given ആണ് BC is 48 meter, DC അല്ലെങ്കിൽ CD 17 meter ആണ്, and AD is 40 meter. ഇത് ക്വസ്റ്റ്യനിൽ given ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ഓപ്പോസിറ്റ് പാരലൽ സൈഡ്സ് അല്ലേ. ആൻഡ് ദിസ് ഈസ് ദ ഹൈറ്റ്, AB ഈസ് ദ ഹൈറ്റ്. നമുക്ക് ഇതിൻ്റെ ഏരിയ കാണണം. അപ്പോൾ ഏരിയ കാണണമെങ്കിൽ എന്താണ്, ഏരിയ ഓഫ് ട്രപ്പീസ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഈ രണ്ട് സമ്മ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് AB നമുക്കപ്പോൾ കണ്ടുപിടിക്കണം. AB ഗിവൺ അല്ല, അപ്പോൾ നമുക്ക് ആദ്യം AB കണ്ടുപിടിക്കാം. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ലെങ്ത് ഓഫ് ദ ഫെൻസ് ഓഫ് ABCD, ട്രപ്പീസിയം ABCD ഈസ് 120 മീറ്റർ. അതായത് അതിൻ്റെ പെരിമീറ്റർ 120 മീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ആഡ് ചെയ്തിട്ടുള്ളതാണ് പെരിമീറ്റർ അല്ലേ. സോ നമുക്ക് എഴുതാം AB പ്ലസ് BC പ്ലസ് CD പ്ലസ് AD ഈസ് 120 മീറ്റർ. ഓക്കെ, ഇതാണ് അതിൻ്റെ പെരിമീറ്റർ. ഇനി നോക്കാം
എ ബി നമുക്കറിയില്ല, അപ്പോൾ എ ബി അതേപോലെ തന്നെ എഴുതി. പ്ലസ് ബി സി ഈസ് 48 പ്ലസ് സി ഡി 17 പ്ലസ് എ ഡി 40 ഈസ് ഈക്വൽ ടു 120, വിച്ച് ഈസ് എ ബി പ്ലസ് ഇത് 3 ആഡ് ചെയ്യുമ്പോൾ 48 plus 17 plus 40, we get 105. 105 is equal to 120. From this we can write AB is equal to 120 minus 105, and that is AB is equal to, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 15 വരും. സോ നമുക്ക് ഹൈറ്റ് കിട്ടി അല്ലേ. ഇനി നമുക്കതിൻ്റെ ഏരിയ നോക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B1 പ്ലസ് B2 ഇൻറ്റു ഹൈറ്റ്, വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് 48 ആണ് പ്ലസ് 40 ഇൻറ്റു ഹൈറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 50, വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 48 പ്ലസ് 40 is 88 into 15, which is equal to ഈ 2നും 88നും നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. അപ്പോൾ 2 88 44 ആയി. 44 into 15, 44 into 15 ചെയ്താലേ we get 660 meter square. This is the area. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എക്സസൈസിൽ ഈ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ്റെയും ആൻസേഴ്സ് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്യാം. അടുത്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 4 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.